പ്രൈസ് ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രയർ ടെമ്പിൾ മിനിസ്ട്രി സ്നേഹദൂത് പ്രഭാത വചന സന്ദേശം. എബ്രായ ലേഖനം 11 അധ്യായം അതിൻ്റെ 1 വാക്യം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു. പൗലോസ് അപ്പോസ്തലൻ എബ്രായർക്ക് ലേഖനം എഴുതുമ്പോൾ വിശ്വാസത്തെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കുകയാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിലത് നമ്മൾ നിരൂപിക്കുകയാണ്. വിശ്വാസത്താൽ ഇന്നുവരെയും കണ്ടിട്ടില്ലാത്ത ചിലതിനെ കാണും എന്ന പ്രതീക്ഷ, വിശ്വാസത്താൽ ഇന്നുവരെ നേടിയിട്ടില്ലാത്ത പലതിനെയും നേടും എന്ന ഒരു പ്രത്യാശ. അതെ, മനുഷ്യൻ്റെ ജീവിതത്തിൽ, വിശ്വാസികളുടെ ജീവിതത്തിൽ, ദൈവമക്കളുടെ ജീവിതത്തിൽ ഹൃദയത്തിൽ അടിയുറച്ച ഒരു വിശ്വാസമുണ്ടാകണം. ഒരുപക്ഷെ ഇന്നലകളിൽ നമ്മുടെ ജീവിതത്തിൽ കഷ്ടതയും പ്രയാസവും നിറഞ്ഞ ഒരു ജീവിതമാണ്. എന്നാൽ നമ്മൾ പ്രത്യാശിക്കുകയാണ്, നാളെ എൻ്റെ ജീവിതത്തിൽ ഒരു നന്മയുണ്ട്, നാളെ എൻ്റെ ജീവിതത്തിൽ ഒരു സന്തോഷമുണ്ട്, നാളെ ഞാൻ വിശ്വാസത്താൽ ചിലത് പ്രാപിക്കും. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ജീവിതം തകർച്ചയുടെ വക്കിലായിരിക്കുമ്പോഴും, ജീവിതം കണ്ണുനീരിൻ്റെ കഷ്ടതയുടെ വക്കിലായിരിക്കുമ്പോഴും യേശുക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്ന നീ ഇങ്ങനെ വിശ്വസിക്കണം. അതെ, എൻ്റെ കഷ്ടതകൾ ഇന്നുകൊണ്ട് അവസാനിക്കും, എൻ്റെ കണ്ണുനീരുകൾ ഇന്നുകൊണ്ട് അവസാനിക്കും, എൻ്റെ എല്ലാ പ്രതികൂലങ്ങളും ഇന്നുകൊണ്ട് അവസാനിക്കും. ഞാനൊരു നന്മ കാണുന്ന ദിവസമുണ്ട്, അത് വിദൂരയല്ല. നാളെ മുതൽ തന്നെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നന്മ ഞാൻ അനുഭവിക്കും. നാളെ മുതൽ ഞാൻ ഏറ്റവും വലിയ സന്തോഷം അനുഭവിക്കും. നാളെ മുതൽ എന്നെ ഇന്നലെ വരെ മാറ്റി നിർത്തിയവർ എന്നെ സ്നേഹിക്കുന്ന, ചേർത്ത് നിർത്തുന്ന ഒരു ദിവസമാണ്. നാളെ മുതൽ ഞാൻ അനുഗ്രഹത്തിൻ്റെ ദിനങ്ങൾ എണ്ണാൻ പോകുന്നു എന്ന് വിശ്വസിക്കാൻ, യേശു ക്രിസ്തുവിൽ ഒന്ന് വിശ്വസിപ്പാൻ ഞാനും നിങ്ങളും തയ്യാറാണോ? എങ്കിൽ നിശ്ചയമായും ആ കാണാത്ത ഒരു സുദിനം, ആ കേട്ടിട്ടില്ലാത്ത ഒരു സുദിനം, ആ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു സുദിനം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോവുകയാണ്. അതെ, വിശ്വാസത്താൽ ചിലതിനെ നമുക്ക് നേടിയെടുക്കുവാൻ കഴിയും. അവിശ്വസിക്കുന്ന ഒരു മനുഷ്യനും ദൈവത്താൽ ഒന്നും നേടിയെടുക്കുവാൻ കഴിയത്തില്ല. ചെങ്കടൽ എന്ന വലിയ പ്രതികൂലത്തിൻ്റെ മുമ്പിൽ അവിശ്വസിച്ച് നിന്ന ഒരു കൂട്ടർ ജനമുണ്ട്. എന്നാൽ ആ പ്രതികൂലത്തിൻ്റെ മുമ്പിലും കരം നീട്ടി, വടി നീട്ടി, ഈ ചെങ്കടൽ എൻ്റെ മുമ്പിൽ നിന്ന് മാറിപ്പോകുമെന്ന് മോശ വിശ്വസിച്ചതുപോലെ ആ വിശ്വാസത്തോടെ അതേ ഇരുണ്ടുകിടക്കുന്ന അലയടിച്ചുയരുന്ന ചെങ്കടലിലേക്ക് നോക്കിയിട്ട് വിശ്വാസത്തോടെ വടി നീട്ടിയ മോശയുടെ മുമ്പിൽ ആ ചെങ്കടൽ വഴിമാറുവാൻ തക്കവണ്ണം ഇടയായി. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, എത്ര വലിയ പ്രതികൂലമാണെങ്കിലും, നമ്മുടെ മുമ്പിൽ ഉള്ളത് എത്ര കഠിനമായ പ്രതിസന്ധിയാണെങ്കിലും, അതിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് വിശ്വസിക്കാൻ നീ തയ്യാറാണെങ്കിൽ അത് നിൻ്റെ മുമ്പിൽ നിന്ന് മാറിപ്പോകും. വിശ്വാസത്തോടെ മലയോട് നീങ്ങുവാൻ കൽപ്പിച്ചു കഴിഞ്ഞാൽ അത് നീങ്ങി മാറുമെന്ന് ഉപമകളാൽ യേശുക്രിസ്തു നമ്മളോട് സംസാരിച്ചു. നമ്മളിൽ കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ, അവിടെ ഇങ്ങനെ പ്രത്യേകാൽ എടുത്തു പറയുകയാണ്,
നിന്നിൽ കുന്നോളം വിശ്വാസമെന്നല്ല,